കാത്തിരിക്കുക. എത്ര തവണ ഞാൻ ഈ വേഷം കെട്ടിയതാ. ഇനി ഇത് വേണോ അമ്മേ? അങ്ങനെ പറയാതെ മോളെ. എന്തോ എനിക്കൊരു തോന്നൽ ഇത് നടക്കാനുള്ളതാ. ആരെങ്കിലും വരുമ്പോഴൊക്കെ അമ്മ ഇത് തന്നെയല്ലേ പറയാറ്. എനിക്ക് മടുത്തമ്മേ. അച്ഛൻ ധൃതി കൊടുക്കുന്നു. ഇതാ കാപ്പി കൊണ്ടേ കൊടുക്ക. കലാകാരന്മാരെ പണ്ടത്തെ കാലത്താണെങ്കിൽ സാധനം ഇഷ്ടപ്പെടുന്ന ഇവിടം കൊണ്ട് തീരും. ഇപ്പൊ അത് പോരല്ലോ. ആണും പെണ്ണും നേരിട്ടൊന്ന് സംസാരിച്ചോട്ടെ. രവീന്ദ്രനും അത് താല്പര്യം. അയ്യോ, അതിന് ഒരു എതിർപ്പുമില്ല. എനിക്ക് പ്രമേള ഇഷ്ടമായി. എന്നെ ഇഷ്ടമായോ? ആ, എന്തോരെ പഠിച്ചു? BA പാസ്സായി. എന്നിട്ട് ഗ്രഹഭരണമാണോ? ടൈപ്പിനും ഷോർട്ട് ഹാൻഡിനും പോകുന്നുണ്ട്. ജോലിക്കാരിയാകാനായിരിക്കും. ശരി, അപ്പൊ വരട്ടെ. ആണോ? നക്ഷത്രങ്ങളും കൂടി സമ്മതിക്കുമോന്ന് നോക്കണം. ഓ, അത് സാരമില്ലെന്നേ. നക്ഷത്രങ്ങളൊന്ന് അടുപ്പിച്ച് ചേർത്താൽ നമുക്ക് കണിയാനോട് പറയണ്ട. വിവരം ഞങ്ങൾ അറിയിക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി, വരട്ടെ. കൊച്ചാ, നീ ഇവിടെ ആയിരുന്നു? എന്താ വേണ്ടതാവോ? വേണ്ടതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പറയാനോ? ഇവിടെ നിനക്ക് വിഷമങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഉണ്ടെങ്കിൽ പറയണം. ഇല്ല മുതലാളി. നീ വന്നേ. ആ കടയിൽ പോയി 2 പാക്കറ്റ് വിൽസ് മേടിച്ചിട്ടുണ്ടോ? ഞാൻ അവളെ 2 പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടതാ പൊന്നെ. ഒരു പെണ്ണും ഒരാഴ്ച തികച്ചു ഇവിടെ നിൽക്കാറില്ല. വയസ്സായില്ലേ? ഇനിയും വേണോ ഇതൊക്കെ? ഞാൻ എന്തോ ചെയ്തെന്ന്? നിങ്ങൾ എനിക്ക് 30 വർഷമായി പരിചയമാ. ഇനി എന്റെ മുമ്പിൽ ഈ കളിയൊന്നും വേണ്ട. അവളാണെങ്കിൽ ഒരുത്തനോട് പൊറുക്കുന്നവളുവാ. ആ, അപ്പൊ പിന്നെ കൂടുതൽ സൗകര്യമായില്ലേ? എടി, നീ പേടിക്കൊന്നും വേണ്ട. എനിക്ക് പഴയ പോലെ താല്പര്യമൊന്നും ഇല്ല. ഒട്ട് വയ്യാതാനും. അത് നിനക്കറിയാൻ പാടില്ലേ? ആ, നീ ഔട്ട് ഹൗസിന്റെ താക്കോലിങ് എടുത്തു. എന്തിനാ? അവരൊക്കെ വരാറായടി. ഇനി ഇവിടെ എങ്ങാനും കൂത്താടിയാ മതി. അപ്പുറത്തേക്കും എടുക്കാൻ ഒക്കില്ല. എന്താ? ഒരാൾ വാടക ഉറപ്പിച്ച് താക്കോല് വാങ്ങി പോയിട്ടുണ്ടെന്ന്. എന്താ? ഞെട്ടുകൊന്നും വേണ്ട. അതും ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞുകൂടാ, ഇതും ഇതിലപ്പുറം ചെയ്യേണ്ടി വരും.